അറിയാം. അതിനാൽ തന്നെ എല്ലാ മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ നൽകുകയാണ്. മറ്റു വാർത്തകൾ കൂടി വേഗത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ബലാത്സംഗ കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വിധി പറയുക. വ്യക്തിഹത്യയുടെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്ന പരാതി എന്നാണ് വേടന്റെ വാദം. വിവരങ്ങൾ രേഷ്മ ബാബു നൽകും. രേഷ്മ, ഇന്ന് ഈ വേടനുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ വിധി പ്രസ്താവം കേരള ഹൈക്കോടതി പറയാൻ പോവുകയാണല്ലോ. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഗൗതം, വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇന്ന് 10:15 വിധി പറയുക. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് കഴിഞ്ഞ ആഴ്ച, അതായത് മെനഞ്ഞാന്ന് വിശദമായിട്ട് തന്നെ വാദം പൂർത്തീകരിച്ചിരുന്നു. വ്യക്തിഹത്യയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരാതി ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയായിരുന്നു എന്നാണ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ടുള്ള ഒരു വാദം. എന്തായാലും കഴിഞ്ഞ തവണ വാദം നടന്ന വേളയിൽ ചില പരാമർശങ്ങൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരമൊരു ബന്ധത്തെ ബലാത്സംഗമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതുമാത്രമല്ല, ഈ പരാതിക്കാരി നേരത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർന്നിരുന്നു. അവരുടെ വാദവും ഹൈക്കോടതി കേട്ടതാണ്. ആ വാദത്തിനിടയിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണങ്ങൾ അതൊക്കെ തന്നെ വാദമായിട്ട് ഉയർത്തി കാട്ടാനാകില്ല, അത് ഹൈക്കോടതി പരിഗണിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി പരാതിക്കാർക്ക് നൽകുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവുകളുടെ അനുസൃതമായിട്ട് തന്നെ തീരുമാനം എടുക്കുകയുള്ളൂ എന്നതാണ് ഹൈക്കോടതിയുടെ ഒരു നിലപാട്. നേരത്തെ തന്നെ ഹൈക്കോടതി ഹിരൺദാസ് മുരളിയുടെ അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും നിലവിൽ 2 കേസുകളാണ് ഈ ഹിരൺദാസ് മുരളിക്ക്, അതായത് വേടനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2 ബലാത്സംഗ കേസുകൾ. ഒന്ന് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസും മറ്റൊന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ വാദത്തിനിടയിൽ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റൊരു ബലാത്സംഗ കേസ്. ആ കേസിൽ പരാതിക്കാരി എന്ന് പറയുന്നത് ഗവേഷക വിദ്യാർത്ഥിനിയാണ്. അവരുടെ പരാതിന്മേലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ 2 ബലാത്സംഗ കേസുകളാണ് റാപ്പർ വേടന് എതിരെ നിലവിൽ ഉള്ളത്. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 മാർച്ച് വരെ വിവിധയിടങ്ങളിൽ വെച്ച് തുടർച്ചയായിട്ട് തന്നെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു ബലാത്സംഗം ചെയ്തത്. യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് ആദ്യമായി റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് എടുത്തത്. എന്തായാലും ഈ കേസിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. രാവിലെ 10:15 സിംഗിൾ ബെഞ്ച് വിധി പറയും. ഗൗതം, റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നിപ്പോൾ നിർണായകമായ വിധി പ്രസ്താവം കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഈ വ്യക്തിയെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ